കാപ്പി ഒഴിച്ചു തരൂ. അകത്തേക്ക് കയറൂ. പേടിക്കണ്ട, അകത്തേക്ക് വരൂ. കാർത്തേനെ തലേന്ന് വന്നില്ലേ? അവര് രാവിലെ വന്ന് ഭക്ഷണം പാചകം ചെയ്ത് വെച്ചിട്ട് പോയി. പാല് കാച്ചി വെച്ചില്ലെങ്കിൽ ചീത്തായി പോയില്ലേ? എന്താ ചെയ്യാ? സാറിന് വിരോധമില്ലെങ്കിൽ ഞാൻ പാല് കാച്ചി തന്നാ മതിയോ? ദേവിക്ക് ഇത് ബുദ്ധിമുട്ടാവില്ലേ? അപ്പൊ ഒരു കാര്യം പറഞ്ഞേക്കാം, പാല് കാച്ചി തരുന്നതിൽ വിരോധമൊന്നുമില്ല. പക്ഷെ ഈ സാറെന്നുള്ള വിളിയുണ്ടല്ലോ, പരമ ബോറാണ്. ഇവിടെയുള്ള എല്ലാരും സാറെന്നല്ലേ വിളിക്കുന്നേ? അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയാ? ദേവിക്ക് എന്നെ പേര് വിളിക്കണ്ട, ഗോപിയേട്ടനെ വിളിച്ചാ മതി. വരൂ. ഗ്യാസ് തീർന്നു, സ്റ്റൗ ഇരിക്കുന്നു, ഇതാ തീപ്പെട്ടിയുണ്ട്. ആ, ദേവിക്ക് പാല് വെച്ച് വയ്ക്കും, ഞാൻ ഡ്രസ്സൊന്ന് മാറട്ടെ. എന്റെ ഇത് പാല് തിളച്ചു പോകുന്നുണ്ടല്ലേ? ഈ ലോകത്തൊന്നും ആയിരുന്നില്ലേ? ആരെ സ്വപ്നം കൊണ്ടോണ്ടിരിക്കായിരുന്നു? അയ്യോ, പാൽ അപ്പടിയും പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല, വീട്ടിൽ പോയി പാൽ എടുത്തോണ്ട് വന്നാ മതി. അയ്യോ, വീട്ടിൽ ഒരു തുള്ളി പാലില്ല. സാരല്ല, വൈകുന്നേരം കൊണ്ടുവന്നാ മതി. ഇതേ പിന്നെ വൈകുന്നേരം പാല് കാച്ചി കൊണ്ടുവന്നാ മതി. പാല് അടുപ്പത്ത് വെച്ച് സ്വപ്നം കണ്ടോണ്ടിരിക്കരുത്. ഒന്നുമില്ല. നിന്റെ ഓട്ടോഞ്ചേരി അത്ര നല്ലതിനല്ല ചേട്ടാ. ആ, കൃഷ്ണൻകുട്ടിയോ? ഇരിക്കെ. ഇന്നലെ രാത്രിയില് സാറിനെ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. സാറിന് എന്നോട് വിഷമം തോന്നരുത്. ബുദ്ധിമുട്ടിച്ചത് കൃഷ്ണൻകുട്ടിയല്ലല്ലോ. അത് ശരിയാ, ബുദ്ധിമുട്ടിച്ചത് മറ്റവനാ. എനിക്ക് സൈറ്റ് വരെ ഒന്ന് പോണം. സാറേ, പിന്നെ ഈ പാലം പണി നടക്കുമോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഇത് മൂന്നാമത്തെയോ നാലാമത്തെയോ സാറന്മാരെ അളവെടുക്കാൻ വരുന്നത്. ഇതുവരെ അളവെടുപ്പ് കഴിഞ്ഞില്ല. പെട്ടെന്നൊരു ദിവസം ഹെഡ് ഓഫീസിൽ നിന്ന് കത്ത് വരും, അവരങ്ങ് പോവുകയും ചെയ്യും. നാട്ടുകാർക്കൊക്കെ അറിയാം പാലം പണി നടക്കില്ലെന്ന്. ഇത് നടക്കും. ഞാനേ ഒരു പ്രത്യേക കാര്യം പറയാനാ വന്നത്. നാളെ സാറിന്റെ വീട്ടിൽ ഉണ്ണാൻ വരണം. അതെന്റെ മോളുടെ ഒരു ആഗ്രഹം. അത് ഒന്നും പറയണ്ട, എന്റെ മോക്ക് കൈനിറയെ സമ്മാനം കൊടുത്ത് സാറിനെ വിളിച്ചൊരു ഊണ് കൊടുക്കണം എന്ന് അവക്കൊരാഗ്രഹം. എന്റെ മോള് പറഞ്ഞാൽ എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല. സാറ് വരണം. കൃഷ്ണകുട്ടി, സാർ ഇതിലൊന്നും പറയരുത്. നാളെ സാറിനെ വിളിക്കാൻ ഞാൻ ഉച്ചയ്ക്ക് ഇവിടെ ഉണ്ടാവും. നിങ്ങളെ ആ സാറുമായിട്ടില്ല കളിയും ചിരി അത്ര നല്ലതിനല്ല. എവിടുന്നോ വന്നൊരുത്തൻ അവസാനം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് എന്റെ കൈ വടക്കാക്കാൻ ഇടവരുത്തരുത്. ഇല്ല ചേട്ടാ, ആ സാറ് നല്ല ആളാണെന്നാ തോന്നുന്നേ. എന്തോ? നിന്റെ മനസ്സറിയാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ. നിനക്ക് ആ സാറിന് ഇഷ്ടമാണോ? അയാൾ ആരാണെന്ന് വിചാരിച്ച നീ ഇഷ്ടപ്പെടുന്നത്? എഞ്ചിനീയറാ. നീയോ? വെറും ഒരു ചായക്കടക്കാരന്റെ മോൾ. ആ, സ്നേഹത്തിന് അങ്ങനെയൊന്നും ഇല്ലെന്ന് വെച്ചോ. നീ വിഷമിക്കൊന്നും വേണ്ട. നാളെ ഉച്ചയ്ക്ക് നീ വീട്ടിലോട്ടോ. എന്തിനാ ചേട്ടാ? അതൊക്കെ പറയാം. മാമന് ഇതിനു മുൻപും ഇങ്ങനെ സമ്മാനം കൊടുക്കാൻ പോയിട്ടുണ്ടോ? പിന്നെ എനിക്ക് തന്നത്ര സമ്മാനം ആർക്കും കൊടുത്തു കാണില്ല അല്ലേ? അതില്ല, മോള് മിടുക്കിയല്ലേ. എന്നെ പോലെ തന്നെ സാറിന് മോളും ബോറടിപ്പിച്ചോ? മോള് സാറിന് മടിയിലെ ആ കുപ്പായൊക്കെ ചീറ്റാവും. സാരല്ലേ, മോളിരുന്നോട്ടെ. വേണ്ട മോളെ, അതൊക്കെ അമ്മടുത്തല്ലേ. സാറേ, ഞങ്ങളുടെ വീടൊക്കെ ചെറുതാ. വീട്ടിലെന്ത് കാര്യമിരിക്കുന്നു? മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിലല്ലേ? ആ, സ്നേഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യം ഓർത്ത്. ഈ ഗ്രാമത്തില് സാറിനെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ഞാൻ അറിയാതെ എന്നെ സ്നേഹിക്കുന്ന പെൺകുട്ടിയോ? അതാരാ? ഉണ്ട് സാറേ, പാവപ്പെട്ടവളാണേലും അവള് നല്ല സുന്ദരിയാ. സാറിന് ഇഷ്ടപ്പെട്ട സ്നേഹിച്ചോ? പക്ഷെ സ്നേഹിച്ചാ കല്യാണം കഴിക്കണം. ചായ
ഇതല്ല പെണ്ണ്, ഇതെന്റെ ഭാര്യയാണ് രാജമ്മ. ഇതിനുമുമ്പ് സാറ് കണ്ടിട്ടില്ലല്ലേ? നീ അവളോട് ഇങ്ങോട്ട് എഴുന്നള്ളം പറ. ചായ. ആ സാറേ, ഇതാ പെണ്ണ്. കറികളൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. നീ ആ കോഴി ഇറച്ചി ഇങ്ങോട്ട് വിളമ്പിക്കൊണ്ട് രാജമേ. കഴിക്കും സാറേ. രാജമ്മയുടെ കോഴിക്കറി എന്നാ കൈ കടിക്കും. പിന്നെ ദിവസവും സാറ് കോഴിക്കറി വേണമെന്ന് പറഞ്ഞ് ഇവിടെ വരും. അല്ലേ മോളെ? ആ കൊതി കൊണ്ട് കൈയും കൂടി കടിച്ചിരുന്നത്. കൈ മാത്രമല്ല, എല്ലാം ഞാൻ കടിച്ചു തിന്നു. പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് വേണം നിന്നെ കൊണ്ട് ദിവസവും ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി തിന്നെ. ദിവസവും ചിക്കൻ ഫ്രൈ തിന്നാലേ മര്യാദയ്ക്ക് കിടന്നുറങ്ങില്ല. ആഹാ, ഉറങ്ങാൻ വേണ്ടിട്ടാണോ കല്യാണം കഴിക്കുന്നത്? പോകോ വേട്ടാ. എന്താ സാറേ, കോഴി കഷ്ണം പല്ലിൽ ഉടക്കിയോ? ഇല്ല. അല്ല, നിർത്തിയോ? എന്താ, ഊണ് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് മതിയായി. പാലം പണി കഴിയുമ്പോ ചേട്ടൻ പോകുമല്ലോ. പാലം പണി ഞാൻ വേഗം തീർക്കാതിരുന്നാ പോരെ? ചേട്ടൻ വലിയ എഞ്ചിനീയർ. പാവപ്പെട്ട എന്നെ കല്യാണം കഴിക്കാൻ ചേട്ടന്റെ വീട്ടുകാർ സമ്മതിക്കുമോ? സമ്മതിക്കുമോന്നാണ് രാജമ്മയുടെ ഭയം അല്ലേ? എന്റെ ആഗ്രഹത്തിനെതിരായി ഒന്നും തന്നെ എന്റെ അച്ഛൻ ചെയ്യില്ല. നീ ഒന്നും കൊണ്ട് ഭയപ്പെടണ്ട. പാലത്തിന്റെ ഉദ്ഘാടനത്തിന് നമ്മുടെ പിള്ളേർ പാലത്തിന് മുകളിലൂടെ ഓടി നടക്കും. ഒന്ന് പോ ചേട്ടാ. ഡ്രസ് മുഴുവനും നനഞ്ഞു. ഇനി എന്താ ചെയ്യുക? സാരമില്ല, അതിന് ഞാൻ വഴിയുണ്ടാക്കാം.